ആൺകുട്ടികളാണോ മെന്റൽ പ്രഷർ അധികം അനുഭവിക്കുന്നത്, പെൺകുട്ടികളാണോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് സ്ത്രീകളാണ്. എന്തുകൊണ്ടാ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പുരുഷന്മാരാണെന്നാണ്. കാരണം പുരുഷന്മാർ കുടുംബം നോക്കണം, ജോലി കാര്യങ്ങൾ കാട്ടണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളും അതിനനുസരിച്ച് തന്നെ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിനനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പറയുകയാണെങ്കിൽ ഏതൊരു ജോലി സ്ഥലത്തും അവർക്ക് നീതി ലഭിക്കുന്നില്ല. പിന്നെ അവരിപ്പോൾ ഒരു ജോലി സ്ഥലമായിക്കോട്ടെ, ഇപ്പോൾ അവർക്ക് പ്രധാനമായും നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് വേതനം കുറവായിരിക്കും, പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ വേതനം നൽകുക. പിന്നെ ഒരു പ്രമോഷൻ ഭാഗം എടുക്കുകയാണെങ്കിൽ തന്നെ പുരുഷന്മാരിലായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, പിന്നെയാണ് സ്ത്രീകളോട്ട് വരികയുള്ളൂ. പിന്നെ ജോലി സ്ഥലങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോയെന്ന് തന്നെ വെച്ചോട്ടെ, അവർ രാത്രി തിരിച്ചു വരുന്നത് വരെ അവർക്ക് ടെൻഷനാണ്, വീട്ടിലെത്തുന്നത് വരെ അവർക്ക് ടെൻഷനാണ്. പിന്നെ വരുന്ന വഴികളിലും ബസ്സുകളിലും ഇപ്പോൾ നമുക്കറിയാം, സ്വകാര്യ ബസ്സുകളിൽ വരെ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ നമുക്ക് പറയുന്നതാണ്, പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ് അവരുടെ ആർത്തവ സമയങ്ങളിൽ. ആ സമയങ്ങളിൽ അവർക്ക് ആർത്തവം ഉണ്ടായാലും അവർക്ക് ടെൻഷനാണ്, അവർക്ക് ആർത്തവം ഉണ്ടായില്ലെങ്കിലും ടെൻഷനാണ്. പിന്നെ ആർത്തവം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് പീക്കോഡ് എന്ന രോഗമുണ്ടോ എന്നുള്ളതിൻ്റെ വളരെ വലിയ ടെൻഷനാണ് അവർക്കുണ്ടാകും. അതൊക്കെ വെച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടുന്നത്. മെന്റലിയും ഫിസിക്കലിയും ഒക്കെ സ്ത്രീകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ? അതെ.